ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാറ്റേൺ പേപ്പേഴ്സാണ്. അതും ഈ ഒരാൾക്ക് വേണ്ടിയിട്ട്. സോ നമുക്കത് എങ്ങനെയാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യുന്നതെന്ന് നോക്കിയാലോ. ഇത് ഞാൻ ചെയ്യുന്നത് A4 ഷീറ്റ് പേപ്പറിലാണ്. ആൻഡ് വളരെ സിമ്പിളായിട്ടുള്ള ഡിസൈൻസാണ് ഞാൻ ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ പേപ്പറിൽ ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സും കൂടെ ചെറിയ ചെറിയ സർക്കിൾസും ഇതുപോലെ വരച്ച് പേപ്പർ ഫുൾ ഫിൽ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ അക്രിലിക് പെയിൻറ്റിൻ്റെ ആവശ്യം വരുന്നുണ്ട്. അത് ഓൺ ടൈം മാത്രം മതി. അതായത് ഈ പൂവിന് നടുക്കിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി മാത്രം. പിന്നീട് നമ്മൾ ഈ ഒരു പാറ്റേൺ പേപ്പേഴ്സിന് ഫുൾ കളർ കൊടുക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നത് അക്രിലിക് പെയിൻറ്റ് അല്ല, ഈ ഒരു വാട്ടർ കളർ കേക്ക്സ് ആണ്. അങ്ങനെ നമ്മൾ വരച്ചെടുത്ത ആ ഒരു ഫ്ലവേഴ്സിനും കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ ഇതുപോലെ കളർ കൊടുത്തെടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഫ്ലവേഴ്സിന് കംപ്ലീറ്റ് കളർ കൊടുത്തെടുക്കുമ്പോൾ ഇതുപോലെ കിട്ടും. നമുക്കിനി ബ്ലാക്ക് കളറിലെ പെൻ വേണം. അത് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ഫ്ലവേഴ്സും അതുപോലെ തന്നെ ചെറിയ സർക്കിൾസും എല്ലാം ഇതുപോലെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ആദ്യത്തെ ഡിസൈൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനി രണ്ടാമത്തത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ക്യാറ്റ് റിലേറ്റബിൾ കുറച്ച് കുഞ്ഞു കുഞ്ഞു ഇമേജസ് ആണ് ഇത് ഫുൾ വരച്ചു കൊടുക്കുന്നത്. കളറൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെ നമ്മളത് പേപ്പറിൽ കംപ്ലീറ്റ് ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട്. ആൻഡ് ഇതും ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് മൂന്നാമത്തത് ചെയ്യാം. അതിൽ നമുക്ക് ഇതുപോലെ കുറച്ച് സ്ക്വയേഴ്സ് ഇതുപോലെ വരച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ പേപ്പർ ഫുള്ളായിട്ട് സ്ക്വയർ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കളേഴ്സ് കൊടുക്കാം. 3 കളേഴ്സാണ് ഇവിടെ കൊടുക്കുന്നത്. ആദ്യത്തിൽ യെല്ലോ കളർ കൊടുക്കുന്നുണ്ട്, രണ്ടാമത്തതിൽ പിങ്കും ആൻഡ് മൂന്നാമത്തതിൽ ബ്ലൂ. ഇതുപോലെ കളേഴ്സ് ഇങ്ങനെ റിപ്പീറ്റ് ആയിട്ട് ലാസ്റ്റ് വരെ കൊടുത്തെടുക്കുന്നുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് കളർ അപ്ലൈ ചെയ്തതിന് ശേഷം അതും ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ടൊന്ന് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ലാസ്റ്റ് ഫോർത്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ പാറ്റേൺ പേപ്പേഴ്സ് ചെയ്യുമ്പം ഒരിക്കലും മിസ് ചെയ്ത് ചെയ്യുന്ന ആ ഒരു ഡിസൈൻ ഗിങ്ഹം പാറ്റേൺ. സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ചെറിയ സ്ക്വയേഴ്സിലൊക്കെ കളർ കൊടുത്തെടുക്കത്തില്ലേ, ഇതിൻ്റെ ഒരു വലിയ വേർഷനാണ് നമ്മൾ മുമ്പ് ചെയ്തത്. ഇത് നമ്മൾ നോർമൽ ചെയ്യുന്ന ആ ഒരു പാറ്റേൺ, ആ ഒരു ഡിസൈനാണ് ഇത് ചെയ്യുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ സിമ്പിളായിട്ടുള്ള 4 പാറ്റേൺ പേപ്പേഴ്സ്. അപ്പോൾ ഇതിനോട് ചെയ്യാൻ ചോദിച്ച ആളൊരു വീഡിയോ കാണുന്നുണ്ടെന്നും ആൾക്കത് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നതിന് ബാക്കിയുള്ളവർക്കും ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നത് ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്.